പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ വേളയിലെ ധ്യാനത്തിനായിട്ട് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടുവിക്കുകയുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ച് ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി ദൈവ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കപ്പെട്ട പൗലോസ് താൻ കൊരിന്ത സഭയിലെ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് തൻ്റെ ജീവിതത്തിൽ താൻ എടുത്ത ഒരു സാക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. സ്തോത്രം. 3 കാര്യങ്ങളാണ് പൗലോസ് ഈ ഒരു വാക്യത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് പൗലോസ് പറയുകയാണ്, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. സ്തോത്രം. ഇതൊരു പാസ്റ്റ് ടെൻസ് എന്ന നിലയിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തിൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദൈവികമായ നടത്തിപ്പിനെ കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യമാണ്. പൗലോസ് പറയുകയാണ്, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിച്ചു. ഞാൻ വിശ്വാസത്താൽ കർത്താവിനെ കണ്ടുമുട്ടി ദൈവപാതയിലേക്ക് ഇറങ്ങിയ സമയം മുതൽ ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ ജീവിതത്തിൽ പലവിധമായ ഭാരങ്ങൾ ഉണ്ടായി. പൗലോസ് പറയുക, ഒരുപാട് പ്രതികൂലമായ സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു. എനിക്ക് മറികടക്കുവാൻ കഴിയാത്ത നിലയിലുള്ള പ്രതികൂലങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പക്ഷേ ആ പ്രതികൂലങ്ങളൊക്കെ ഞാൻ പോലും അറിയാതെ, പൗലോസ് പറയുക, ഞാൻ പോലും അറിയാതെ ദൈവം എന്നെ അതിൽ നിന്നും അതിശയകരമായി ഞങ്ങളെ വിടുവിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. എന്നെ ഈ വചനം ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വിടുതലുകൾ പല മേഖലയിൽ കൂടെ അനുഭവിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഇനിയുള്ള മുൻപോട്ടുള്ള നമ്മുടെ യാത്രയ്ക്ക്, ഇനിയും മുൻപോട്ടുള്ള നമ്മുടെ ദൈവവിശ്വാസത്തിന്റെ ആ വർധനവിനായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മെ നടത്തിയ വിധങ്ങളൊന്ന് ഓർത്ത് ദൈവത്തിനൊന്ന് നന്ദി പറയുക. ദൈവത്തിന്റെ സ്തോത്രം. ഞങ്ങളെ ഇതുവരെയും വിടുവിച്ചത് ദൈവമാണ്, മനുഷ്യരല്ല. പൗലോസിന് പറയാനുള്ളത്, കൊരിന്ത്യ സഭയോട് പറയാനുള്ളത്, എന്റെ ബുദ്ധിയല്ല എന്നെ വിടുവിച്ചത്, എന്റെ കഴിവുകളല്ല എന്നെ വിടുവിച്ചത്, എന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തല്ല എന്നെ വിടുവിച്ചത്, അല്ലെങ്കിൽ ഞാൻ ആരോടൊക്കെയാണോ ചേർന്ന് നിന്നത് അവരൊന്നും അല്ല എന്നെ വിടുവിച്ചത്. പിന്നെയോ അതിനപ്പുറമായി ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവമാണ് എന്നെ വിടുവിച്ചത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പം ദൈവത്തിന് മാത്രമേ എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ കഴിയത്തുള്ളൂ. ശത്രുവായവൻ പല പദ്ധതികൾ കൊണ്ടുവന്ന് നമ്മളെ കുരുക്കിട്ട് നമ്മളെ തളർത്തിയിടുമ്പോൾ, വേടന്റെ വലയിൽ അകപ്പെട്ടുപോയ, അർത്ഥാൽ വേട്ടക്കാരന്റെ വലയിൽ അകപ്പെട്ടുപോയ ഒരു മാനിന്റെ അനുഭവമാണ് നമ്മൾക്ക്. രക്ഷപ്പെടുവാൻ ഇല്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് കാരുണ്യവാനായ ദൈവത്തിന്റെ വിടുതൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞത്. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഏത് പ്രതികൂലമായാലും അവിടുന്നൊക്കെ നമ്മെ വിടുവിച്ച ദൈവമല്ലേ. രണ്ടാമത് പൗലോസ് അവിടെ പറയുന്നു, ദൈവം ഞങ്ങളെ വിടുവിച്ചു, 2 ഇനിയും വിടുവിക്കുകയും ചെയ്യും. എത്ര ആത്മവിശ്വാസത്തോടെ പൗലോസ് പറയുന്നത്. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഓർത്തു നോക്കിക്കേ, ഇതുവരെയും ദൈവമല്ല നിങ്ങളെ വിടുവിച്ചത്. നിങ്ങൾ ചിന്തിക്കാത്ത വഴിയിൽ കൂടെ ഇതുവരെ എത്തിച്ചേരുവാൻ ദൈവം നിങ്ങളെ സഹായിച്ചില്ലേ? അങ്ങനെയെങ്കിൽ ഇനിയും മുൻപിലുള്ള പ്രതികൂലങ്ങളും ദൈവം മാറ്റി നൽകും. കഠിന ഹൃദയനായ ഫറവോന്റെ പിടിയിൽ നിന്നും നിങ്ങളെ വിടുവിച്ച്, ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് ചെങ്കടലിന്റെ മുമ്പിൽ വരെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ, സ്തോത്രം, ചെങ്കടലിൽ കൂടെയും നമ്മെ വിടുവിക്കുവാൻ ദൈവം ശക്തനല്ലേ. അതിക്രമങ്ങളാലും, എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന വാക്യതാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു ഞാൻ. ലാസറിനെ പോലെ കല്ലറയിൽ ഒതുക്കപ്പെട്ട അനുഭവമായിരുന്നു. എന്നാൽ കർത്താവ് നമ്മുടെ കല്ലറവാതിക്കൽ വന്ന്, യേശു കർത്താവ് നമ്മുടെ അരികിൽ വന്ന് നമ്മുടെ പേർ ചൊല്ലി നമ്മെ വിളിച്ചവൻ പുറത്തു കൊണ്ടുവന്ന ദൈവമല്ലേ. അങ്ങനെയെങ്കിൽ ഓർത്തുകൊള്ളുക, വിടുവിച്ചവൻ മാത്രമല്ല, ഇനിയും വിടുവിക്കുന്നവരും അത്രേ നമ്മുടെ ദൈവം. ദൈവത്തിന്റെ സ്തോത്രം.
നിങ്ങൾ ഇതുവരെ കണ്ട വിടുതലല്ല ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇന്ന് വരെ നിങ്ങൾ അനുഭവിച്ച ദൈവിക സന്തോഷമല്ല നിങ്ങൾ ഇനിയും കാണാൻ പോകുന്നത്. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. സഹോദരങ്ങളെ, ആരുടെയും ഹൃദയത്തിൽ തോന്നാത്തതാണ് ദൈവം നിങ്ങൾക്കായി ചെയ്യാൻ പോകുന്നത്. ആരോടും പറയാത്തതാണ് ദൈവം നിങ്ങൾക്ക് ചെയ്തു തരാൻ പോകുന്നത്. വിശ്വസിക്കുമോ നിങ്ങൾ? വിടുവിച്ചവൻ മാത്രമല്ല, വിടുവിക്കുന്നവനുമാണ്. മൂന്നാമത് പൗലോസോട് പറയുന്നു, അവൻ മേലാൽ വിടുവിക്കും. അവൻ ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴൊക്കെ ഉള്ളത്? നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ പ്രസന്റ് കണ്ടീഷനിൽ ദൈവ സാന്നിധ്യമുണ്ട്. ഇനിയും വരാൻ പോകുന്ന ദിനങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. ആകയാൽ ഇന്ന് പകലക്കാലം നമ്മൾ ഓർക്കേണ്ടത്, ദൈവം നമ്മെ വിടുവിച്ചു. അവൻ ഇന്ന് വിടുവിക്കാൻ പോകുന്നു, നാളെയും അവൻ വിടുവിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ കഷ്ടം എത്ര വലിയതായാലും, നിങ്ങൾ അനുഭവിക്കുന്ന വേദന എത്ര വലിയതായാലും, നിങ്ങൾ അനുഭവിക്കുന്ന മനോവിഷമങ്ങൾ ആരോടും പറയാതെ കൊണ്ട് നടക്കുന്നതിന്റെ ആഴം വലിയതാണെങ്കിലും സങ്കടപ്പെടരുത് സഹോദരങ്ങളെ. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദര, എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരി, എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ യൗവനക്കാര, നിങ്ങളുടെ സങ്കടങ്ങൾ എത്ര വലിയതാണെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് വിളിച്ചു പറയുവാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഇതാണ്. നിങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവശക്തനായ ദൈവമാണ്. ദാനിയേലിനെ വിടുവിച്ച ദൈവം, ശദ്രക്കും മേശക്കും അബേദ്നെഗോവും 3 ബാലന്മാരെ വിടുവിച്ചവനായ ദൈവം നിങ്ങളുടെ എല്ലാ പ്രതികൂലത്തിൽ നിന്നും, നിങ്ങളുടെ എല്ലാ സങ്കടത്തിൽ നിന്നും, നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ വിടുവിക്കാൻ പോകുകയാണ്. ആകയാൽ ധൈര്യത്തോടെ ഈ പൗലോസ് പറഞ്ഞ ഈ വാക്കുകൾ ഏറ്റെടുത്ത് പറയാമോ? ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചിരിക്കും. ഇന്നത്തെ നിങ്ങളുടെ ആഗ്രഹം ഇതാകട്ടെ, നിങ്ങളുടെ ആശയം അതായിരിക്കട്ടെ, നിങ്ങളുടെ ലക്ഷ്യം അതായിരിക്കട്ടെ. എന്ത്? യേശു ക്രിസ്തുവിൽ കൂടെയുള്ള ഒരു വിടുതലാ നിങ്ങൾക്ക് ഇന്ന് രോഗസൗഖ്യം നൽകാൻ പോകുക. നിങ്ങളുടെ പ്രയാസങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നൽകാൻ പോകുക. നിങ്ങളുടേതായ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്താൻ പോകുക. ദൈവം നിങ്ങളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ പോകുക. അതുകൊണ്ട് വിശ്വസിക്കുക. എന്നും ഇന്നും എന്നേക്കും അനന്യനായി ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കുറവുകളെ ദൈവത്തിലെ ഏറ്റുപറഞ്ഞ് വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിച്ച് മഹത്വം കരയേറ്റി സന്തോഷകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നുവെങ്കിൽ നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ വിളിച്ചറിയിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും വിടുവിക്കട്ടെ. അവൻ വിടുവിച്ച ദൈവം, വിടുവിക്കുന്ന ദൈവം, ഇനിയും മേലാലും വിടുവിക്കുന്ന ദൈവമാണ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.